അധ്യായം 10. യൂനുസ്. അവതരണം മക്കയിൽ. സൂക്തങ്ങൾ 109. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും ദയാപരനുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. അലിഫ് ലാം റാ. തിൽക ആയാതുൽ കിതാബിൽ ഹകീം. അലിഫ് ലാം റാ. ഇത് യുക്തിഭദ്രമായ ദൈവിക ഗ്രന്ഥത്തിലെ വചനങ്ങളാണ്. അകാന ലിന്നാസി അജബൻ അൻ ഔഹൈനാ ഇലാ റജുലിൻ മിൻഹും അൻ അൻദിരിൻ നാസ വബശ്ശിരിൽ ലദീന ആമനൂ أن أنذر الناس وبشر الذين آمنوا أن لهم قدم صدق عند ربهم قال الكافرون إن هذا لساحر مبين. തങ്ങളിൽ നിന്നു തന്നെയുള്ള ഒരാൾക്ക് നാം വഹി നൽകിയത് ജനങ്ങൾക്കൊരത്ഭുതമായി തോന്നുന്നു. ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാനാണിത്. വിശ്വാസികൾക്ക് തങ്ങളുടെ നാഥങ്കൽ സത്യം അർഹിക്കുന്ന പദവിയുണ്ടെന്ന സുവാർത്ത അറിയിക്കാനും. സത്യനിഷേധികൾ പറഞ്ഞു, ഇയാൾ വ്യക്തമായും ഒരു മായാജാലക്കാരൻ തന്നെ. إن ربكم الله الذي خلق السماوات والأرض في 6 أيام ثم استوى على العرش يدبر الأمر ما من شفيع إلا من بعد إذنه ذلكم الله ربكم فاعبدوه أفلا تذكرون. ആകാശഭൂമികളെ 6 നാളുകളിലായി പടച്ചുണ്ടാക്കിയ അല്ലാഹുവാണ് നിങ്ങളുടെ നാഥൻ, സംശയമില്ല. പിന്നീട് അവൻ അധികാരപീഠത്തിലിരുന്ന് കാര്യങ്ങൾ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു. അവന്റെ അനുവാദം കിട്ടിയ ശേഷമല്ലാതെ ശുപാർശ ചെയ്യുന്ന ആരുമില്ല. അവനാണ് നിങ്ങളുടെ നാഥനായ അല്ലാഹു. അതിനാൽ അവനു മാത്രം വഴിപ്പെടുക. ഇതൊന്നും നിങ്ങൾ ചിന്തിച്ചു മനസ്സിലാക്കുന്നില്ലേ? ഇലൈഹി മർജിഉകും ജമീഅ വഅദല്ലാഹി ഹഖ്ഖാ إنه يبدأ الخلق ثم يعيده ليجزي الذين آمنوا وعملوا الصالحات بالقسط والذين كفروا لهم شراب من حميم وعذاب أليم بما كانوا يكفرون. അവനിലേക്കാണ് നിങ്ങളുടെയൊക്കെ മടക്കം. ഇത് അല്ലാഹുവിന്റെ തെറ്റുപറ്റാത്ത വാഗ്ദാനമാണ്. തീർച്ചയായും അവനാണ് സൃഷ്ടികർമ്മം ആരംഭിക്കുന്നത്, പിന്നെ അതാവർത്തിക്കുകയും ചെയ്യുന്നു. സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്ക് ന്യായമായ പ്രതിഫലം നൽകാനാണിത്. എന്നാൽ സത്യനിഷേധികൾക്ക് തിളച്ചുമറിയുന്ന പാനീയമാണുണ്ടാവുക, വേദനയേറിയ ശിക്ഷയും. അവർ സത്യത്തെ നിഷേധിച്ചുകൊണ്ടിരുന്നതിനാലാണിത്. ഹുവല്ലദീ ജഅല അശ്-ശംസ ളിയാഅൻ വൽ ഖമറ നൂറൻ വഖദ്ദറഹു മനാസില ലിതഅലമൂ അദദ അസ്-സിനീന വൽ ഹിസാബ് ما خلق الله ذلك إلا بالحق يفصل الآيات لقوم يعلمون. അവനാണ് സൂര്യനെ പ്രകാശമണിയിച്ചത്, ചന്ദ്രനെ പ്രശോഭിപ്പിച്ചതും അവൻ തന്നെ. അതിന് അവൻ ചെറുപ്പവലുപ്പമാറ്റം നിശ്ചയിച്ചിരിക്കുന്നു. അതുവഴി നിങ്ങൾക്ക് കൊല്ലങ്ങളുടെ എണ്ണവും കണക്കുമറിയാൻ. യാഥാർത്ഥ്യനിഷ്ഠമായല്ലാതെ അല്ലാഹു ഇതൊന്നും സൃഷ്ടിച്ചിട്ടില്ല. കാര്യം ഗ്രഹിക്കുന്ന ജനത്തിനായി
അല്ലാഹു തെളിവുകൾ വിശദീകരിക്കുകയാണ്. ഇന്ന ഫി ഇഖ്തിലാഫിൽ ലൈലി വന്നഹാരി വമാ ഖലഖല്ലാഹു ഫിസ് സമാവാതി വൽ അർളി ലആയാതിൻ ലിഖൗമിൻ യത്തഖൂൻ. രാപ്പകലുകൾ മാറി മാറി വരുന്നതിലും ആകാശഭൂമികളിൽ അല്ലാഹു സൃഷ്ടിച്ച മറ്റെല്ലാറ്റിലും ശ്രദ്ധ പുലർത്തുന്ന ജനത്തിന് ധാരാളം തെളിവുകളുണ്ട്. ഇന്നല്ലദീന ലാ യർജൂന ലിഖാഅനാ വറദൂ ബിൽ ഹയാത്തിദ് ദുനിയാ വത്മഅന്നൂ ബിഹാ വല്ലദീന ഹും അൻ ആയാതിനാ ഗാഫിലൂൻ ഉലൈക മഅവാഹുമുൻ النار بما كانوا يكسبون. നമ്മെ കണ്ടുമുട്ടുമെന്ന് പ്രതീക്ഷിക്കാത്തവർ, ഐഹിക ജീവിതത്തിൽ തൃപ്തിയടഞ്ഞവർ, അതിൽ തന്നെ സമാധാനം കണ്ടെത്തിയവർ, നമ്മുടെ പ്രമാണങ്ങളെപ്പറ്റി അശ്രദ്ധ കാണിച്ചവർ, അവരുടെയൊക്കെ താവളം നരകമാണ്. അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതിന്റെ പ്രതിഫലമാണത്. ഇന്നല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാതി യഹ്ദീഹിം റബ്ബുഹും ബിഈമാനിഹിം തജ്രി മിൻ തഹ്തിഹിമുൽ അൻഹാറു ഫീ ജന്നാത്തിൻ നഈം. എന്നാൽ സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരെ അവരുടെ സത്യവിശ്വാസം കാരണം അവരുടെ നാഥൻ നേർവഴിയിൽ നയിക്കും. അനുഗ്രഹീതമായ സ്വർഗീയാരാമങ്ങളിൽ അവരുടെ താഴ്ഭാഗത്തൂടെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കും. ദഅ്വാഹും ഫീഹാ സുബ്ഹാനകല്ലാഹുമ്മ വതഹിയ്യതുഹും ഫീഹാ സലാം وآخر دعواهم أن الحمد لله رب العالمين. അവിടെ അവരുടെ പ്രാർത്ഥന അല്ലാഹുവേ നീ എത്ര പരിശുദ്ധൻ എന്നായിരിക്കും. അവിടെ അവർക്കുള്ള അഭിവാദ്യം സമാധാനമെന്നും അവരുടെ പ്രാർത്ഥനയുടെ സമാപനം ലോകനാഥനായ അല്ലാഹുവിന് സ്തുതി എന്നുമായിരിക്കും. وَلَوْ يُعَجِّلُ اللَّهُ لِلنَّاسِ الشَّرَّ اسْتِعْجَالَهُم بِالْخَيْرِ لَقُضِيَ إِلَيْهِمْ أَجَلُهُمْ فَنَذَرُ الَّذِينَ لَا يَرْجُونَ لِقَاءَنَا فِي طُغْيَانِهِمْ يَعْمَهُونَ. ജനം ഭൗതിക നേട്ടത്തിന് തിടുക്കം കൂട്ടുന്ന പോലെ അവർക്ക് വിപത്ത് വരുത്താൻ അല്ലാഹുവും ധൃതി കാട്ടുകയാണെങ്കിൽ അവരുടെ കാലാവധി എന്നോ കഴിഞ്ഞുപോയേനെ. എന്നാൽ നാമുമായി കണ്ടുമുട്ടുമെന്ന് കരുതാത്തവരെ അവരുടെ അതിക്രമങ്ങളിൽ അന്ധമായി വിഹരിക്കാൻ നാം അയച്ചുവിടുകയാണ്. وَإِذَا مَسَّ الْإِنسَانَ الضُّرُّ دَعَانَا لِجَنبِهِ أَوْ قَاعِدًا أَوْ قَائِمًا فَلَمَّا كَشَفْنَا عَنْهُ ضُرَّهُ مَرَّ كَأَن لَّمْ يَدْعُنَا إِلَى ضُرٍّ مَّسَّهُ كَذَلِكَ زُيِّنَ لِلْمُسْرِفِينَ مَا كَانُوا يَعْمَلُونَ. മനുഷ്യനെ വല്ല വിപത്തും ബാധിച്ചാൽ അവൻ നിന്നോ ഇരുന്നോ കിടന്നോ നമ്മോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അവനെ ആ വിപത്തിൽ നിന്ന് നാം രക്ഷപ്പെടുത്തിയാൽ പിന്നെ അവനകപ്പെട്ട വിഷമസന്ധിയിൽ അവൻ നമ്മോട് പ്രാർത്ഥിച്ചിട്ടേയില്ലെന്ന വിധം നടന്നകലുന്നു. അതിരു കവിയുന്നവർക്ക് അവരുടെ ചെയ്തികൾ അവിധം അലങ്കൃതമായി തോന്നുന്നു. وَلَقَدْ أَهْلَكْنَا الْقُرُونَ مِنْ قَبْلِكُمْ لَمَّا ظَلَمُوا وَجَاءَتْهُمْ رُسُلُهُم بِالْبَيِّنَاتِ وَمَا كَانُوا لِيُؤْمِنُوا كَذَلِكَ نَجْزِي الْقَوْمَ الْمُجْرِمِينَ. നിങ്ങൾക്കു മുമ്പുള്ള പല തലമുറകളെയും
അവർ അതിക്രമം കാണിച്ചപ്പോൾ നാം നശിപ്പിച്ചിട്ടുണ്ട്. വ്യക്തമായ പ്രമാണങ്ങളുമായി അവരിലേക്കുള്ള നമ്മുടെ ദൂതന്മാർ അവരെ സമീപിച്ചു. എന്നാൽ അവർ വിശ്വസിച്ചതേയില്ല. അവ്വിധമാണ് കുറ്റവാളികളായ ജനത്തിന് നാം പ്രതിഫലം നൽകുന്നത്. ثم جعلناكم خلائف في الأرض من بعدهم لننظر كيف تعملون. പിന്നെ അവർക്ക് ശേഷം നിങ്ങളെ നാം ഭൂമിയിൽ പ്രതിനിധികളാക്കി നിങ്ങളെങ്ങനെ ചെയ്യുന്നുവെന്ന് നോക്കിക്കാണാൻ. وَإِذَا تُتْلَى عَلَيْهِمْ آيَاتُنَا بَيِّنَاتٍ قَالَ الَّذِينَ لَا يَرْجُونَ لِقَاءَنَا ائْتِ بِقُرْآنٍ غَيْرِ هَذَا أَوْ بَدِّلْهُ قُلْ مَا يَكُونُ لِي أَنْ أُبَدِّلَهُ مِنْ تِلْقَاءِ نَفْسِي إِنْ أَتَّبِعُ إِلَّا مَا يُوحَى إِلَيَّ إِنِّي أَخَافُ إِنْ عَصَيْتُ رَبِّي عَذَابَ يَوْمٍ عَظِيمٍ. നമ്മുടെ സുവ്യക്തമായ വചനങ്ങൾ അവരെ ഓതി കേൾപ്പിക്കുമ്പോൾ നാമുമായി കണ്ടുമുട്ടുമെന്ന് കരുതാത്തവർ പറയും, നീ ഇതല്ലാത്ത മറ്റൊരു ഖുർആൻ കൊണ്ടുവരിക, അല്ലെങ്കിൽ ഇതിൽ മാറ്റങ്ങൾ വരുത്തുക. പറയുക, എന്റെ സ്വന്തം വകയായി അതിൽ ഭേദഗതി വരുത്താൻ എനിക്ക് അവകാശമില്ല. എനിക്ക് ബോധനമായി കിട്ടുന്നത് പിൻപറ്റുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. എന്റെ നാഥനെ ഞാൻ ധിക്കരിക്കുകയാണെങ്കിൽ അതിഭയങ്കരമായ ഒരു നാളിലെ ശിക്ഷ എന്നെ ബാധിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. قُلْ لَوْ شَاءَ اللَّهُ مَا تَلَوْتُهُ عَلَيْكُمْ وَلَا أَدْرَاكُمْ بِهِ فَقَدْ لَبِثْتُ فِيكُمْ عُمُرًا مِّن قَبْلِهِ أَفَلَا تَعْقِلُونَ. പറയുക, അല്ലാഹു ഇച്ഛിച്ചിരുന്നെങ്കിൽ ഞാനിത് നിങ്ങളെ ഓതിക്കേൾപ്പിക്കുമായിരുന്നില്ല. ഇതിനെക്കുറിച്ച് നിങ്ങളെ അറിയിക്കുക പോലുമില്ലായിരുന്നു. ഇതിനു മുമ്പ് കുറേ കാലം ഞാൻ നിങ്ങൾക്കിടയിൽ കഴിഞ്ഞുകൂടിയതാണല്ലോ. നിങ്ങൾ ആലോചിക്കുന്നില്ലേ? فَمَنْ أَظْلَمُ مِمَّنِ افْتَرَى عَلَى اللَّهِ كَذِبًا أَوْ كَذَّبَ بِآيَاتِهِ إِنَّهُ لَا يُفْلِحُ الْمُجْرِمُونَ. അല്ലാഹുവിന്റെ പേരിൽ കള്ളം കെട്ടിച്ചമയ്ക്കുകയോ അവന്റെ വചനങ്ങളെ കള്ളമാക്കി തള്ളുകയോ ചെയ്തവനേക്കാൾ കടുത്ത അക്രമി ആരുണ്ട്? പാപികൾ ഒരിക്കലും വിജയിക്കുകയില്ല. وَيَعْبُدُونَ مِن دُونِ اللَّهِ مَا لَا يَضُرُّهُمْ وَلَا يَنفَعُهُمْ وَيَقُولُونَ هَؤُلَاءِ شُفَعَاؤُنَا عِندَ اللَّهِ قُلْ أَتُنَبِّئُونَ اللَّهَ بِمَا لَا يَعْلَمُ فِي السَّمَاوَاتِ وَلَا فِي الْأَرْضِ سُبْحَانَهُ وَتَعَالَى عَمَّا يُشْرِكُونَ. അവർ അല്ലാഹുവിനെ വിട്ട് തങ്ങൾക്ക് ദോഷമോ ഗുണമോ വരുത്താത്ത വസ്തുക്കളെ പൂജിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരവകാശപ്പെടുന്നു, ഇവയൊക്കെ അല്ലാഹുവിന്റെ അടുത്ത് ഞങ്ങളുടെ ശുപാർശകരാണ്. ചോദിക്കുക, ആകാശഭൂമികളിലുള്ളതായി അല്ലാഹുവിനറിയാത്ത കാര്യങ്ങൾ നിങ്ങൾ അവനെ അറിയിച്ചു കൊടുക്കുകയാണോ? അവർ പങ്കുചേർക്കുന്നതിൽ നിന്നൊക്കെ എത്രയോ പരിശുദ്ധനും പരമോന്നതനുമാണ് അല്ലാഹു. وَمَا كَانَ النَّاسُ إِلَّا أُمَّةً وَاحِدَةً فَاخْتَلَفُوا وَلَوْلَا كَلِمَةٌ سَبَقَتْ مِنْ رَبِّكَ لَقُضِيَ بَيْنَهُمْ فِيمَا فِيهِ يَخْتَلِفُونَ. മനുഷ്യരൊക്കെ ഒരു സമുദായമായിരുന്നു. പിന്നെ അവർ ഭിന്നിച്ചു.
നിന്റെ നാഥനിൽ നിന്നുള്ള പ്രഖ്യാപനം നേരത്തെ ഉണ്ടായിരുന്നില്ലെങ്കിൽ അവർ ഭിന്നിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ ഇതിനകം തന്നെ തീർപ്പ് കൽപ്പിക്കപ്പെടുമായിരുന്നു. وَيَقُولُونَ لَوْلَا أُنزِلَ عَلَيْهِ آيَةٌ مِّن رَّبِّهِ فَقُلْ إِنَّمَا الْغَيْبُ لِلَّهِ فَانتَظِرُوا إِنِّي مَعَكُم مِّنَ الْمُنتَظِرِينَ. അവർ ചോദിക്കുന്നു, ഈ പ്രവാചകന് തന്റെ നാഥനിൽ നിന്ന് ഒരടയാളം ഇറക്കിക്കിട്ടാത്തതെന്ത്? പറയുക, അഭൗതികമായ അറിവ് അല്ലാഹുവിന് മാത്രമേയുള്ളൂ. അതിനാൽ നിങ്ങൾ കാത്തിരിക്കുക, ഞാനും നിങ്ങളോടൊപ്പം കാത്തിരിക്കാം. وَإِذَا أَذَقْنَا النَّاسَ رَحْمَةً مِّن بَعْدِ ضَرَّاءَ مَسَّتْهُمْ إِذَا لَهُم مَّكْرٌ فِي آيَاتِنَا قُلِ اللَّهُ أَسْرَعُ مَكْرًا إِنَّ رُسُلَنَا يَكْتُبُونَ مَا تَمْكُرُونَ. ജനങ്ങൾക്ക് ദുരിതാനുഭവങ്ങൾക്കു ശേഷം നാം അനുഗ്രഹം അനുഭവിക്കാൻ അവസരം നൽകിയാൽ ഉടനെ അവർ നമ്മുടെ പ്രമാണങ്ങളുടെ കാര്യത്തിൽ കുതന്ത്രം കാണിക്കുന്നു. പറയുക, അല്ലാഹു അതിവേഗം തന്ത്രം പ്രയോഗിക്കുന്നവനാണ്. നമ്മുടെ ദൂതന്മാർ നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന കുതന്ത്രങ്ങളെല്ലാം രേഖപ്പെടുത്തിവെക്കും തീർച്ച. هُوَ الَّذِي يُسَيِّرُكُمْ فِي الْبَرِّ وَالْبَحْرِ حَتَّى إِذَا كُنتُمْ فِي الْفُلْكِ وَجَرَيْنَ بِهِمْ بِرِيحٍ طَيِّبَةٍ وَفَرِحُوا بِهَا جَاءَتْهَا رِيحٌ عَاصِفٌ وَجَاءَهُمُ الْمَوْجُ مِنْ كُلِّ مَكَانٍ وَظَنُّوا أَنَّهُمْ أُحِيطَ بِهِمْ دَعَوُا اللَّهَ مُخْلِصِينَ لَهُ الدِّينَ لَئِنْ أَنْجَيْتَنَا مِنْ هَٰذِهِ لَنَكُونَنَّ مِنَ الشَّاكِرِينَ. കരയിലും കടലിലും നിങ്ങൾക്ക് സഞ്ചരിക്കാൻ അവസരമൊരുക്കിയത് ആ അല്ലാഹു തന്നെയാണ്. അങ്ങനെ നിങ്ങൾ കപ്പലിലായിരിക്കെ സുഖകരമായ കാറ്റുവീശി. യാത്രക്കാരെയും കൊണ്ട് കപ്പൽ നീങ്ങിത്തുടങ്ങി. അവരതിൽ സന്തുഷ്ടരായി. പെട്ടെന്നൊരു കൊടുങ്കാറ്റടിച്ചു. എല്ലാ ഭാഗത്തുനിന്നും തിരമാലകൾ അവരുടെ നേരെ ആഞ്ഞുവീശി. കൊടുങ്കാറ്റ് തങ്ങളെ വലയം ചെയ്തതായി അവർക്ക് തോന്നി. അപ്പോൾ തങ്ങളുടെ വണക്കം അല്ലാഹുവിന് മാത്രം സമർപ്പിച്ചുകൊണ്ട് അവർ അവനോട് പ്രാർത്ഥിച്ചു, ഞങ്ങളെ നീ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തിയാൽ ഉറപ്പായും ഞങ്ങൾ നന്ദിയുള്ളവരായിരിക്കും. أنجاهم إذا هم يبغون في الأرض بغير الحق يا أيها الناس إنما بغيكم على أنفسكم متاع الحياة الدنيا ثم إلينا مرجعكم فننبئكم بما كنتم تعملون. അങ്ങനെ അല്ലാഹു അവരെ രക്ഷപ്പെടുത്തി. അപ്പോൾ അവരതാ അന്യായമായി ഭൂമിയിൽ അതിക്രമം പ്രവർത്തിക്കുന്നു. മനുഷ്യരെ, നിങ്ങളുടെ അതിക്രമം നിങ്ങൾക്കെതിരെ തന്നെയാണ്. നിങ്ങൾക്കത് നൽകുക ഐഹിക ജീവിതത്തിലെ സുഖാസ്വാദനമാണ്. പിന്നെ നമ്മുടെ അടുത്തേക്കാണ് നിങ്ങളുടെ മടക്കം. അപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതിനെപ്പറ്റി നിങ്ങളെ നാം വിവരമറിയിക്കും. إن
إنما مثل الحياة الدنيا كماء أنزلناه من السماء فاختلط به نبات الأرض مما يأكل الناس والأنعام حتى إذا أخذت الأرض زخرفها وزينت وظن أهلها أنهم قادرون عليها أتاها أمرنا ليلا أو نهارا فجعلناها حصيدا كأن لم تغن بالأمس كذلك نفصل الآيات لقوم يتفكرون. ഐഹിക ജീവിതത്തിന്റെ ഉപമയിത മാനത്തുനിന്ന് നാം മഴ പെയ്യിച്ചു. അതുവഴി ഭൂമിയിൽ സസ്യങ്ങൾ ഇടകലർന്നു വളർന്നു, മനുഷ്യർക്കും കന്നുകാലികൾക്കും തിന്നാൻ. അങ്ങനെ ഭൂമി അതിന്റെ ചമയങ്ങൾ അണിയുകയും ചേതോഹരമാവുകയും ചെയ്തു. അവയൊക്കെ അനുഭവിക്കാൻ തങ്ങൾ കഴിവുറ്റവരായിരിക്കുന്നുവെന്ന് അതിന്റെ ഉടമകൾ കരുതി. അപ്പോൾ രാത്രിയോ പകലോ നമ്മുടെ കൽപ്പന വന്നെത്തുന്നു. അങ്ങനെ നാം അതിനെ നിശേഷം നശിപ്പിക്കുന്നു. ഇന്നലെ അവിടെ ഒന്നും തന്നെ ഉണ്ടായിരുന്നിട്ടില്ലാത്ത വിധം. ചിന്തിച്ചു മനസ്സിലാക്കുന്ന ജനതയ്ക്കു വേണ്ടിയാണ് നാം ഇவ்விധം തെളിവുകൾ വിശദീകരിക്കുന്നത്. വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം വയഹ്ദി മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം. അല്ലാഹു സമാധാനത്തിന്റെ ഭവനത്തിലേക്ക് ക്ഷണിക്കുന്നു. അവൻ ഇച്ഛിക്കുന്നവരെ അവൻ നേർവഴിയിൽ നയിക്കുന്നു. للذين أحسنوا الحسنى وزيادة ولا يرهق وجوههم قتر ولا ذلة أولئك أصحاب الجنة هم فيها خالدون. നന്മ ചെയ്തവർക്ക് നല്ല പ്രതിഫലമുണ്ട്, അവർക്കതിൽ വർധനവുമുണ്ട്. അവരുടെ മുഖത്തെ ഇരുളോ നിന്ദ്യതയോ ബാധിക്കുകയില്ല. അവരാണ് സ്വർഗാവകാശികൾ, അവരവിടെ സ്ഥിരവാസികളായിരിക്കും. والذين كسبوا السيئات جزاء سيئة بمثلها وترهقهم ذلة ما لهم من الله من عاصم كأنما أغشيت وجوههم قطعا من الليل مظلما أولئك أصحاب النار هم فيها خالدون. എന്നാൽ തിന്മകൾ ചെയ്തു കൂട്ടിയവരോ തിന്മയ്ക്കുള്ള പ്രതിഫലം അതിനു തുല്യം തന്നെയായിരിക്കും. അപമാനം അവരെ ബാധിക്കും. അല്ലാഹുവിൽ നിന്ന് അവരെ രക്ഷിക്കാൻ ആരുമുണ്ടാവില്ല. അവരുടെ മുഖങ്ങൾ ഇരുൾമുറ്റിയ രാവിന്റെ കഷ്ണം കൊണ്ട് പൊതിഞ്ഞ പോലിരിക്കും. അവരാണ് നരകാവകാശികൾ, അവരതിൽ സ്ഥിരവാസികളായിരിക്കും. وَيَوْمَ نَحْشُرُهُمْ جَمِيعًا ثُمَّ نَقُولُ لِلَّذِينَ أَشْرَكُوا مَكَانَكُمْ أَنْتُمْ وَشُرَكَاؤُكُمْ فَزَيَّلْنَا بَيْنَهُمْ وَقَالَ شُرَكَاؤُهُمْ مَا كُنْتُمْ إِيَّانَا تَعْبُدُونَ. നാം അവരെയെല്ലാം ഒരുമിച്ച് കൂട്ടുന്ന ദിനം. അന്ന് നാം ബഹുദൈവ വിശ്വാസികളോട് പറയും, നിങ്ങളും നിങ്ങൾ പങ്കാളികളാക്കി വച്ചവരും അവിടെ തന്നെ നിൽക്കുക. പിന്നീട് നാം അവരെ പരസ്പരം വേർപെടുത്തും.
അവർ പങ്കുചേർത്തിരുന്നവർ പറയും, നിങ്ങൾ ഞങ്ങളെ ആരാധിച്ചിരുന്നില്ല. فكفى بالله شهيدا بيننا وبينكم إن كنا عن عبادتكم لغافلين. അതിനാൽ ഞങ്ങൾക്കും നിങ്ങൾക്കുമിടയിൽ സാക്ഷിയായി അല്ലാഹു മതി. നിങ്ങളുടെ ആരാധനയെപ്പറ്റി ഞങ്ങൾ തീർത്തും അശ്രദ്ധരായിരുന്നു. هنالك تبلو كل نفس ما أسلفت وردوا إلى الله مولاهم الحق وضل عنهم ما كانوا يفترون. അന്ന് അവിടെ വച്ച് ഓരോ മനുഷ്യനും താൻ നേരത്തെ ചെയ്തു കൂട്ടിയതിന്റെ രുചി അനുഭവിച്ചറിയും. എല്ലാവരും തങ്ങളുടെ യഥാർത്ഥ രക്ഷകനായ അല്ലാഹുവിങ്കലേക്ക് മടക്കപ്പെടും. അവർ കെട്ടിയുണ്ടാക്കിയ കള്ളത്തരങ്ങളൊക്കെയും അവരിൽ നിന്ന് തെന്നിമാറിപ്പോകും. قُلْ مَنْ يَرْزُقُكُمْ مِنَ السَّمَاءِ وَالْأَرْضِ أَمَّنْ يَمْلِكُ السَّمْعَ وَالْأَبْصَارَ وَمَنْ يُخْرِجُ الْحَيَّ مِنَ الْمَيِّتِ وَيُخْرِجُ الْمَيِّتَ مِنَ الْحَيِّ وَمَنْ يُدَبِّرُ الْأَمْرَ فَسَيَقُولُونَ اللَّهُ فَقُلْ أَفَلَا تَتَّقُونَ. ചോദിക്കുക, ആകാശഭൂമികളിൽ നിന്ന് നിങ്ങൾക്ക് അന്നം നൽകുന്നത് ആരാണ്? കേൾവിയും കാഴ്ചയും ആരുടെ അധീനതയിലാണ്? ജീവനില്ലാത്തതിൽ നിന്ന് ജീവനുള്ളതിനെയും ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്തതിനെയും പുറത്തെടുക്കുന്നതാരാണ്? കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നതാരാണ്? അവർ പറയും, അല്ലാഹു. അവരോട് ചോദിക്കുക, എന്നിട്ടും നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാവുന്നില്ലേ? فذلكم الله ربكم الحق فماذا بعد الحق إلا الضلال فأنى تصرفون. അവനാണ് നിങ്ങളുടെ യഥാർത്ഥ സംരക്ഷകനായ അല്ലാഹു. അതിനാൽ യഥാർത്ഥത്തിനപ്പുറം ദുർമാർഗമല്ലാതെ മറ്റെന്താണുള്ളത്? എന്നിട്ടും നിങ്ങൾ എങ്ങോട്ടാണ് വഴിതെറ്റിപ്പോകുന്നത്? كذلك حقت كلمة ربك على الذين فسقوا أنهم لا يؤمنون. അങ്ങനെ ധിക്കാരികളുടെ കാര്യത്തിൽ അവർ വിശ്വസിക്കുകയില്ല എന്ന നിന്റെ നാഥന്റെ വചനം സത്യമായി പുലർന്നിരിക്കുന്നു. قل هل من شركائكم من يبدأ الخلق ثم يعيده قل الله يبدأ الخلق ثم يعيده فأنى تؤفكون. ചോദിക്കുക, നിങ്ങൾ ദൈവത്തിൽ പങ്കാളികളാക്കിയവരിൽ സൃഷ്ടി ആരംഭിക്കുകയും പിന്നെ അതാവർത്തിക്കുകയും ചെയ്യുന്ന ആരെങ്കിലുമുണ്ടോ? പറയുക, അല്ലാഹു മാത്രമാണ് സൃഷ്ടികർമ്മം ആരംഭിക്കുന്നതും പിന്നീട് അതാവർത്തിക്കുന്നതും. എന്നിട്ടും നിങ്ങൾ എങ്ങോട്ടാണ് വഴിതെറ്റിപ്പോകുന്നത്? قل هل من شركائكم من يهدي إلى الحق قل الله يهدي للحق أفمن يهدي إلى الحق أحق أن يتبع أم من لا يهدي إلا أن يهدى فما لكم كيف تحكمون. ചോദിക്കുക, നിങ്ങൾ പങ്കാളികളാക്കിയ ദൈവങ്ങളിൽ സത്യത്തിലേക്ക് നയിക്കുന്ന വല്ലവരുമുണ്ടോ? പറയുക, അല്ലാഹുവാണ് സത്യത്തിലേക്ക് നയിക്കുന്നവൻ. അപ്പോൾ സത്യത്തിലേക്ക് നയിക്കുന്നവനോ അതല്ല മാർഗദർശനം നൽകപ്പെട്ടാലല്ലാതെ സ്വയം നേർവഴി കാണാൻ കഴിയാത്തവനോ പിൻപറ്റാൻ ഏറ്റവും അർഹൻ? നിങ്ങൾക്കെന്തു പറ്റി? എങ്ങനെയൊക്കെയാണ്
നിങ്ങൾ തീരുമാനമെടുക്കുന്നത്? وما يتبع أكثرهم إلا ظنا إن الظن لا يغني من الحق شيئا إن الله عليم بما يفعلون. അവരിലേറെ പേരും ഊഹാപോഹത്തെ മാത്രമാണ് ആശ്രയിക്കുന്നത്. സത്യം മനസ്സിലാക്കാൻ ഊഹം ഒട്ടും ഉപകരിക്കുകയില്ല. അല്ലാഹു അവർ ചെയ്യുന്നതൊക്കെയും നന്നായി അറിയുന്നവനാണ്, തീർച്ച. وما كان هذا القرآن أن يفترى من دون الله ولكن تصديق الذي بين يديه وتفصيل الكتاب لا ريب فيه من رب العالمين. അല്ലാഹുവല്ലാത്തവർക്ക് പടച്ചുണ്ടാക്കാനാവുന്നതല്ല ഈ ഖുർആൻ. മുമ്പുള്ള വേദപുസ്തകങ്ങളെ സത്യപ്പെടുത്തുന്നതും ദൈവിക വചനങ്ങളുടെ വിശദീകരണവുമാണിത്. ഇതിലൊട്ടും സംശയിക്കേണ്ടതില്ല. ഇത് ലോകനാഥനിൽ നിന്നുള്ളതു തന്നെയാണ്. أم يقولون افتراه قل فأتوا بسورة مثله وادعوا من استطعتم من دون الله إن كنتم صادقين. അതല്ല, ഇത് പ്രവാചകൻ കെട്ടിച്ചമച്ചതാണെന്നാണോ അവർ പറയുന്നത്? പറയുക, അങ്ങനെയെങ്കിൽ അതിന് സമാനമായ ഒരധ്യായം നിങ്ങൾ കൊണ്ടുവരിക. അല്ലാഹു ഒഴികെ നിങ്ങൾക്ക് കിട്ടാവുന്നവരെയൊക്കെ സഹായത്തിന് വിളിച്ചുകൊള്ളുക, നിങ്ങൾ സത്യവാൻമാരെങ്കിൽ. بل كذبوا بما لم يحيطوا بعلمه ولما يأتهم تأويله كذلك كذب الذين من قبلهم فانظر كيف كان عاقبة الظالمين. എന്നാൽ കാര്യമിതാണ്, തങ്ങൾക്ക് അറിയാൻ കഴിയാത്തവയെയൊക്കെ അവർ തള്ളിപ്പറഞ്ഞു. ഏതൊന്നിന്റെ അനുഭവസാക്ഷ്യം തങ്ങൾക്ക് വന്നെത്തിയിട്ടില്ലയോ അതിനെയും അവർ തള്ളിപ്പറഞ്ഞു. ഇതുപോലെയാണ് അവരുടെ മുമ്പുള്ളവരും കള്ളമാക്കി തള്ളിയത്. നോക്കൂ, ആ അക്രമികളുടെ അന്ത്യം എവ്വിധമായിരുന്നുവെന്ന്. ومنهم من يؤمن به ومنهم من لا يؤمن به وربك أعلم بالمفسدين. ഈ ഖുർആനിൽ വിശ്വസിക്കുന്നവർ അവരിലുണ്ട്, വിശ്വസിക്കാത്തവരുമുണ്ട്. കുഴപ്പക്കാരെക്കുറിച്ച് നന്നായി അറിയുന്നവനാണ് നിന്റെ നാഥൻ. وإن كذبوك فقل لي عملي ولكم عملكم أنتم بريئون مما أعمل وأنا بريء مما تعملون. അവർ നിന്നെ നിഷേധിച്ചു തള്ളുകയാണെങ്കിൽ പറയുക, എനിക്ക് എന്റെ കർമ്മം, നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മം. ഞാൻ പ്രവർത്തിക്കുന്നതിന്റെ ബാധ്യത നിങ്ങൾക്കില്ല, നിങ്ങൾ പ്രവർത്തിക്കുന്നതിന്റെ ബാധ്യത എനിക്കുമില്ല. ومنهم من يستمعون إليك أفأنت تسمع الصم ولو كانوا لا يعقلون. അവരിൽ നിന്റെ വാക്കുകൾ ശ്രദ്ധിച്ചു കേട്ടുകൊണ്ടിരിക്കുന്നവരുമുണ്ട്. എന്നാൽ ബധിരന്മാരെ കേൾപ്പിക്കാൻ നിനക്കാവുമോ? അവർ തീരെ ചിന്തിക്കാത്തവരുമാണെങ്കിൽ. ومنهم من ينظر إليك أفأنت تهدي العمي ولو كانوا لا يبصرون. അവരിൽ നിന്നെ ഉറ്റുനോക്കുന്ന ചിലരുമുണ്ട്. എന്നാൽ കണ്ണുപൊട്ടന്മാരെ നേർവഴി കാണിക്കാൻ നിനക്കാവുമോ? അവർ ഒന്നും കാണാൻ ഒരുക്കവുമല്ലെങ്കിൽ. ഇന്നല്ലാഹ ലാ യദ്ലിമുന്ന
الناس شيئا ولكن الناس أنفسهم يظلمون. നിശ്ചയമായും അല്ലാഹു മനുഷ്യരോട് അക്രമം കാണിക്കുന്നില്ല, മറിച്ച് ജനം തങ്ങളോട് തന്നെ അനീതി കാണിക്കുകയാണ്. وَيَوْمَ يَحْشُرُهُمْ كَأَن لَّمْ يَلْبَثُوا إِلَّا سَاعَةً مِّنَ النَّهَارِ يَتَعَارَفُونَ بَيْنَهُمْ قَدْ خَسِرَ الَّذِينَ كَذَّبُوا بِلِقَاءِ اللَّهِ وَمَا كَانُوا مُهْتَدِينَ. അല്ലാഹു അവരെ ഒരുമിച്ചു കൂട്ടുന്ന നാളിലെ സ്ഥിതിയോർക്കുക. അന്നവർക്ക് തോന്നും, തങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ മാത്രം പകലിൽ ഇത്തിരി നേരമേ ഭൂമിയിൽ താമസിച്ചിട്ടുള്ളൂവെന്ന്. അല്ലാഹുവുമായി കണ്ടുമുട്ടുമെന്ന കാര്യം കള്ളമാക്കി തള്ളിയവർ കൊടിയ നഷ്ടത്തിലകപ്പെട്ടിരിക്കുന്നു. അവർ നേർവഴിയിലായിരുന്നില്ല. وَإِمَّا نُرِيَنَّكَ بَعْضَ الَّذِي نَعِدُهُمْ أَوْ نَتَوَفَّيَنَّكَ فَإِلَيْنَا مَرْجِعُهُمْ ثُمَّ اللَّهُ شَهِيدٌ عَلَى مَا يَفْعَلُونَ. നാം അവർക്ക് താക്കീത് നൽകിക്കൊണ്ടിരിക്കുന്ന വിപത്തുകളിൽ ചിലത് നിനക്ക് ഈ ജീവിതത്തിൽ തന്നെ നാം കാണിച്ചു തന്നേക്കാം, അല്ലെങ്കിൽ അതിനു മുമ്പേ നിന്നെ മരിപ്പിച്ചേക്കാം. ഏതായാലും അവരുടെ മടക്കം നമ്മിലേക്കാണ്. പിന്നെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതിനൊക്കെ അല്ലാഹു സാക്ഷിയായിരിക്കും. وَلِكُلِّ أُمَّةٍ رَّسُولٌ فَإِذَا جَاءَ رَسُولُهُمْ قُضِيَ بَيْنَهُم بِالْقِسْطِ وَهُمْ لَا يُظْلَمُونَ. ഓരോ സമുദായത്തിനും ഓരോ ദൂതനുണ്ട്. അങ്ങനെ ഓരോ സമുദായത്തിലേക്കും അവരുടെ ദൂതൻ വന്നെത്തിയപ്പോൾ അവർക്കിടയിൽ നീതിപൂർവകമായ വിധി തീർപ്പുണ്ടാക്കി. അവർ അല്പവും അനീതിക്കിരയായതുമില്ല. وَيَقُولُونَ مَتَى هَذَا الْوَعْدُ إِن كُنتُمْ صَادِقِينَ. അവർ ചോദിക്കുന്നുവല്ലോ, ഈ വാഗ്ദാനം എപ്പോഴാണ് പുലരുക, നിങ്ങൾ സത്യവാന്മാരെങ്കിൽ? قُل لَّا أَمْلِكُ لِنَفْسِي ضَرًّا وَلَا نَفْعًا إِلَّا مَا شَاءَ اللَّهُ لِكُلِّ أُمَّةٍ أَجَلٌ إِذَا جَاءَ أَجَلُهُمْ فَلَا يَسْتَأْخِرُونَ سَاعَةً وَلَا يَسْتَقْدِمُونَ. പറയുക, എനിക്കു തന്നെ ഗുണമോ ദോഷമോ വരുത്താൻ എനിക്കാവില്ല, അല്ലാഹു ഇച്ഛിച്ചാലല്ലാതെ. ഓരോ ജനതയ്ക്കും ഒരു നിശ്ചിത അവധിയുണ്ട്. അവരുടെ അവധി വന്നെത്തിയാൽ പിന്നെ ഇത്തിരി നേരം പോലും വൈകിക്കാൻ അവർക്കാവില്ല, നേരത്തെ ആക്കാനും കഴിയില്ല. قُلْ أَرَأَيْتُمْ إِنْ أَتَاكُمْ عَذَابُهُ بَيَاتًا أَوْ نَهَارًا مَاذَا يَسْتَعْجِلُ مِنْهُ الْمُجْرِمُونَ. ചോദിക്കുക, അല്ലാഹുവിന്റെ ശിക്ഷ രാവോ പകലോ നിങ്ങൾക്ക് വന്നെത്തിയാൽ എന്തുണ്ടാവുമെന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? അതിൽ നിന്ന് ഏത് ശിക്ഷയ്ക്കായിരിക്കും കുറ്റവാളികൾ തിടുക്കം കൂട്ടുക? أثم إذا ما وقع آمنتم به الآن وقد كنتم به تستعجلون. ആ ശിക്ഷ സംഭവിക്കുമ്പോഴേ നിങ്ങൾ വിശ്വസിക്കൂ എന്നാണോ? അപ്പോൾ അവരോട് ചോദിക്കും, ഇപ്പോഴാണോ വിശ്വസിക്കുന്നത്? നിങ്ങൾ ഈ ശിക്ഷയ്ക്ക് തിടുക്കം കൂട്ടുകയായിരുന്നുവല്ലോ. ثم قيل للذين ظلموا ذوقوا عذاب الخلد هل تجزون إلا بما كنتم تكسبون. പിന്നെ ആ അക്രമികളോട് പറയും,
നിങ്ങൾ ശാശ്വത ശിക്ഷ അനുഭവിച്ചു കൊള്ളുക. നിങ്ങൾ സമ്പാദിച്ചുകൊണ്ടിരുന്നതിനല്ലാതെ നിങ്ങൾക്ക് പ്രതിഫലം കിട്ടുമോ? وَيَسْتَنبِئُونَكَ أَحَقٌّ هُوَ قُلْ إِي وَرَبِّي إِنَّهُ لَحَقٌّ وَمَا أَنْتُمْ بِمُعْجِزِينَ. അവർ നിന്നോട് അന്വേഷിക്കുന്നു, ഇത് സത്യമാണോ എന്ന്. പറയുക, അതെ, എന്റെ നാഥൻ സാക്ഷി, തീർച്ചയായും ഇത് സത്യം തന്നെ. നിങ്ങൾക്കിതിനെ പരാജയപ്പെടുത്താനാവില്ല. وَلَوْ أَنَّ لِكُلِّ نَفْسٍ ظَلَمَتْ مَا فِي الْأَرْضِ لَافْتَدَتْ بِهِ وَأَسَرُّوا النَّدَامَةَ لَمَّا رَأَوُا الْعَذَابَ وَقُضِيَ بَيْنَهُم بِالْقِسْطِ وَهُمْ لَا يُظْلَمُونَ. അക്രമം പ്രവർത്തിച്ചവരുടെ വശം ഭൂമിയിലുള്ളതെല്ലാം ഉണ്ടെന്ന് കരുതുക. എങ്കിൽ ശിക്ഷ നേരിൽ കാണുമ്പോൾ അതൊക്കെയും പിഴയായി നൽകാൻ അവർ തയ്യാറാകും. അവർ ഖേദം ഉള്ളിലൊളിപ്പിച്ചു വെക്കുകയും ചെയ്യും. അവർക്കിടയിൽ നീതിപൂർവം വിധി തീർപ്പുണ്ടാവും. അവരോടൊട്ടും അനീതിയുണ്ടാവുകയില്ല. അലാ ഇന്ന ലില്ലാഹി മാ ഫിസ് സമാവാതി വൽ അർദ് അലാ ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ വലാകിന്ന അക്സറഹും ലാ യഅലമൂൻ. അറിയുക, തീർച്ചയായും ആകാശഭൂമികളിലുള്ളതൊക്കെയും അല്ലാഹുവിൻ്റേതാണ്. അറിയുക, അല്ലാഹുവിൻ്റെ വാഗ്ദാനം സത്യമാണ്. എങ്കിലും ഏറെപ്പേരും കാര്യം മനസ്സിലാക്കുന്നില്ല. ഹുവ യുഹ്യീ വയുമീതു വഇലൈഹി തുർജഊൻ. അവനാണ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നത്. നിങ്ങളെല്ലാം മടങ്ങിച്ചെല്ലുന്നത് അവങ്കലേക്കാണ്. يا أيها الناس قد جاءتكم موعظة من ربكم وشفاء لما في الصدور وهدى ورحمة للمؤمنين. മനുഷ്യരെ, നിങ്ങൾക്ക് നിങ്ങളുടെ നാഥനിൽ നിന്നുള്ള സതുപദേശം വന്നെത്തിയിരിക്കുന്നു. അത് നിങ്ങളുടെ മനസ്സുകളുടെ രോഗത്തിനുള്ള ശമനമാണ്. ഒപ്പം സത്യവിശ്വാസികൾക്ക് നേർവഴി കാട്ടുന്നതും മഹത്തായ അനുഗ്രഹവും. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹൂ ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. പറയൂ, അല്ലാഹുവിന്റെ അനുഗ്രഹവും കാരുണ്യവും കൊണ്ടാണ് അവൻ അങ്ങനെ ചെയ്തത്. അതിനാൽ അവർ സന്തോഷിച്ചു കൊള്ളട്ടെ. അതാണവർ നേടിക്കൊണ്ടിരിക്കുന്നതിനേക്കാളെല്ലാം ഉത്തമം. ഖുൽ അറഅയ്തും മാ അൻസലല്ലാഹു ലക്കും മിർ റിസ്ഖിൻ ഫജഅൽതും മിൻഹു ഹറാമൻ വഹലാലാ فجعلتم منه حراما وحلالا قل الله أذن لكم أم على الله تفترون. പറയുക, അല്ലാഹു നിങ്ങൾക്കിറക്കിത്തന്ന ആഹാരത്തെപ്പറ്റി നിങ്ങൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? എന്നിട്ട് നിങ്ങൾ അവയിൽ ചിലതിനെ നിഷിദ്ധമാക്കി മറ്റു ചിലതിനെ അനുവദനീയവുമാക്കി. ചോദിക്കുക, ഇങ്ങനെ ചെയ്യാൻ അല്ലാഹു നിങ്ങൾക്ക് അനുവാദം തന്നിട്ടുണ്ടോ? അതോ നിങ്ങൾ അല്ലാഹുവിന്റെ പേരിൽ കള്ളം കെട്ടിച്ചമയ്ക്കുകയാണോ? وما ظن الذين يفترون على الله الكذب يوم القيامة إن الله لذو فضل على الناس ولكن أكثرهم لا يشكرون. അല്ലാഹുവിന്റെ പേരിൽ കള്ളം കെട്ടിയുണ്ടാക്കുന്നവരുടെ മനോഗതി
ഉയിർത്തെഴുന്നേൽപ്പ് നാളിൽ എന്തായിരിക്കുമെന്നാണ് ഭാവിക്കുന്നത്. അല്ലാഹു ജനത്തോട് അത്യുദാരനാണ്, എന്നാൽ അവരിലേറെ പേരും നന്ദി കാണിക്കുന്നില്ല. وما تكون في شأن وما تتلو منه من قرآن ولا تعملون من عمل إلا كنا عليكم شهودا إذ تفيضون فيه وما يعزب عن ربك من مثقال ذرة في الأرض ولا في السماء ولا أصغر من ذلك ولا أكبر إلا في كتاب مبين. നീ ഏതു കാര്യത്തിലാവട്ടെ, ഖുർആനിൽ നിന്ന് എന്തെങ്കിലും ഓതി കേൾപ്പിക്കുകയാകട്ടെ, നിങ്ങൾ ഏത് പ്രവൃത്തി ചെയ്യുകയാകട്ടെ, നിങ്ങൾ അതിൽ ഏർപ്പെടുമ്പോഴെല്ലാം നാം നിങ്ങളുടെ മേൽ സാക്ഷിയായി ഉണ്ടാവാതിരിക്കില്ല. ആകാശഭൂമികളിലെ അണുപോലുള്ളതോ അതിനേക്കാൾ ചെറുതോ വലുതോ ആയ ഒന്നും നിന്റെ നാഥന്റെ ശ്രദ്ധയിൽപ്പെടാതെയില്ല. വ്യക്തമായ പ്രമാണത്തിൽ രേഖപ്പെടുത്താത്ത ഒന്നും തന്നെയില്ല. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അറിയുക, അല്ലാഹുവിന്റെ ആത്മമിത്രങ്ങളാരും പേടിക്കേണ്ടതില്ല, ദുഃഖിക്കേണ്ടതുമില്ല. الذين آمنوا وكانوا يتقون. സത്യവിശ്വാസം സ്വീകരിച്ചവരും സൂക്ഷ്മത പാലിക്കുന്നവരുമാണവർ. لهم البشرى في الحياة الدنيا وفي الآخرة لا تبديل لكلمات الله ذلك هو الفوز العظيم. ഇഹലോകത്തും പരലോകത്തും അവർക്ക് ശുഭവാർത്തയുണ്ട്. അല്ലാഹുവിന്റെ വചനങ്ങൾ തിരുത്താനാവാത്തതാണ്. ആ ശുഭവാർത്ത തന്നെയാണ് അതിമഹത്തായ വിജയം. ولا يحزنك قولهم إن العزة لله جميعا هو السميع العليم. അവരുടെ വാക്കുകളൊന്നും നിന്നെ ദുഃഖിപ്പിക്കേണ്ടതില്ല. തീർച്ചയായും പ്രതാപമൊക്കെയും അല്ലാഹുവിനാണ്. അവൻ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. അലാ ഇന്ന ലില്ലാഹി മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ് وما يتبع الذين يدعون من دون الله شركاء إن يتبعون إلا الظن وإن هم إلا يخرصون. അറിയുക, ആകാശഭൂമികളിലുള്ളവയൊക്കെയും അല്ലാഹുവിനുള്ളതാണ്. അല്ലാഹുവിന് പുറമേ മറ്റു പങ്കാളികളോട് പ്രാർത്ഥിക്കുന്നവർ എന്തിനെയാണ് പിന്തുടരുന്നത്? ഊഹത്തെ മാത്രമാണ് അവർ പിന്തുടരുന്നത്. കള്ളം കെട്ടിയുണ്ടാക്കുക മാത്രമാണ് അവർ ചെയ്യുന്നത്. ഹുവല്ലദീ ജഅല ലക്കുമുൽ ലൈല ലിതസ്കുനൂ ഫീഹി വന്നഹാറ മുബ്സിറാ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യസ്മഊൻ. നിങ്ങൾക്ക് ശാന്തി നേടാനായി രാവിനെ നിശ്ചയിച്ചു തന്നതും പകലിനെ പ്രകാശപൂരിതമാക്കിയതും അവനാണ്. ശ്രദ്ധയുള്ള ജനത്തിന് അതിൽ ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട്. ഖാലു ഇത്തഖദല്ലാഹു വലദാ സുബ്ഹാനഹു ഹുവൽ ഗനിയ്യു ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് ഇൻ ഇൻദകും മിൻ സുൽത്താനിൻ ബിഹാദാ أتقولون على الله ما لا تعلمون. അല്ലാഹു പുത്രനെ സ്വീകരിച്ചിരിക്കുന്നുവെന്ന് അവർ പറയുന്നു. എന്നാൽ
അവൻ പരിശുദ്ധനാണ്, സ്വയം പൂർണ്ണനും. ആകാശഭൂമികളിലുള്ളതൊക്കെയും അവൻ്റേതാണ്. ഈ വാദത്തിന് നിങ്ങളുടെ പക്കൽ ഒരു പ്രമാണവുമില്ല. അല്ലാഹുവിന്റെ പേരിൽ നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുകയാണോ നിങ്ങൾ? قل إن الذين يفترون على الله الكذب لا يفلحون. പറയുക, നിശ്ചയമായും അല്ലാഹുവിന്റെ പേരിൽ കള്ളം കെട്ടിയുണ്ടാക്കുന്നവർ വിജയിക്കുകയില്ല. متاع في الدنيا ثم إلينا مرجعهم ثم نذيقهم العذاب الشديد بما كانوا يكفرون. അവർക്കുണ്ടാവുക ഈ ലോകത്തെ ഇത്തിരി സുഖാനുഭവം മാത്രമാണ്. ഒടുക്കം അവരുടെ മടക്കം നമ്മിലേക്കാണ്. പിന്നീട് നാം അവരെ കഠിനശിക്ഷ അനുഭവിപ്പിക്കും. അവർ സത്യനിഷേധികളായതിനാലാണിത്. واتل عليهم نبأ نوح إذ قال لقومه يا قوم إن كان كبر عليكم مقامي وتذكيري بآيات الله فعلى الله توكلت فأجمعوا أمركم وشركاءكم ثم لا يكن أمركم عليكم غمة ثم قضوا إلي ولا تنظرون. നീ അവരെ നൂഹിന്റെ കഥ ഓതി കേൾപ്പിക്കുക. അദ്ദേഹം തന്റെ ജനതയോട് പറഞ്ഞ സന്ദർഭം: എന്റെ ജനമേ, എന്റെ സാന്നിധ്യവും ദൈവിക വചനങ്ങളെ സംബന്ധിച്ച എന്റെ ഉണർത്തലും നിങ്ങൾക്ക് ഏറെ ദുസ്സഹമായി തോന്നുന്നുവെങ്കിൽ ഞാനിതാ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുന്നു. നിങ്ങളുടെ കാര്യം നിങ്ങളും നിങ്ങൾ സങ്കൽപ്പിച്ചുണ്ടാക്കിയ പങ്കാളികളും കൂടി തീരുമാനിച്ചുകൊള്ളുക. പിന്നെ നിങ്ങളുടെ തീരുമാനം നിങ്ങൾക്കൊരിക്കലും അവ്യക്തമാകരുത്. എന്നിട്ട് നിങ്ങളത് എനിക്കെതിരെ നടപ്പാക്കിക്കൊള്ളുക. എനിക്കൊട്ടും അവധി തരേണ്ടതില്ല. فإن توليتم فما سألتكم من أجر إن أجري إلا على الله وأمرت أن أكون من المسلمين. അഥവാ നിങ്ങൾ പിന്തിരിയുന്നുവെങ്കിൽ എനിക്കെന്ത്? ഞാൻ നിങ്ങളോട് ഒരു പ്രതിഫലവും ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ. എനിക്കുള്ള പ്രതിഫലം അല്ലാഹുവിങ്കൽ മാത്രമാണ്. ഞാൻ മുസ്ലിമായിരിക്കാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. فكذبوه فنجيناه ومن معه في الفلك وجعلناهم خلائف وأغرقنا الذين كذبوا بآياتنا فانظر كيف كان عاقبة المنذرين. എന്നിട്ടും അവർ അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തെയും അദ്ദേഹത്തോടൊപ്പമുള്ളവരെയും നാം കപ്പലിൽ രക്ഷപ്പെടുത്തി. നാം അവരെ ഭൂമിയിലെ പ്രതിനിധികളാക്കി. നമ്മുടെ പ്രമാണങ്ങളെ കള്ളമാക്കി തള്ളിയവരെ മുക്കിക്കൊന്നു. അപ്പോൾ നോക്കൂ, താക്കീത് നൽകപ്പെട്ട അക്കൂട്ടരുടെ ഒടുക്കം എവ്വിധമായിരുന്നുവെന്ന്. ثم بعثنا من بعده رسلا إلى قومهم فجاءوهم بالبينات فما كانوا ليؤمنوا بما كذبوا به من قبل كذلك نطبع على قلوب المعتدين. പിന്നീട് അദ്ദേഹത്തിന് ശേഷം നിരവധി ദൂതന്മാരെ നാം തങ്ങളുടെ ജനതകളിലേക്കയച്ചു. അങ്ങനെ അവരുടെ അടുത്ത് വ്യക്തമായ പ്രമാണങ്ങളുമായി അവർ വന്നെത്തി. എങ്കിലും നേരത്തെ കള്ളമാക്കി തള്ളിയതിൽ വിശ്വസിക്കാൻ അവർ തയ്യാറായിരുന്നില്ല. അவ்விധം അതിക്രമികളുടെ മനസ്സുകൾക്ക് നാം മുദ്രവെക്കുന്നു. ثم بعثنا من بعدهم موسى وهارون إلى فرعون وملئه بآياتنا
فاستكبروا وكانوا قوما مجرمين. പിന്നീട് അവർക്ക് ശേഷം നാം മൂസയെയും ഹാറൂനെയും നമ്മുടെ പ്രമാണങ്ങളുമായി ഫിർഔന്റെയും അവന്റെ പ്രമാണിമാരുടെയും അടുത്തേക്ക് അയച്ചു. അപ്പോൾ അവർ അഹങ്കരിക്കുകയാണുണ്ടായത്. അവർ കുറ്റവാളികളായ ജനമായിരുന്നു. فلما جاءهم الحق من عندنا قالوا إن هذا لسحر مبين. അങ്ങനെ നമ്മുടെ ഭാഗത്തു നിന്നുള്ള സത്യം അവർക്ക് വന്നെത്തി. അപ്പോൾ അവർ പറഞ്ഞു, ഇത് വ്യക്തമായ മായാജാലം തന്നെ തീർച്ച. قال موسى أتقولون للحق لما جاءكم أسحر هذا ولا يفلح الساحرون. മൂസ പറഞ്ഞു, സത്യം നിങ്ങൾക്ക് വന്നെത്തിയപ്പോൾ അതേപ്പറ്റിയാണോ നിങ്ങൾ ഇങ്ങനെ പറയുന്നത്? ഇത് മായാജാലമാണെന്നോ? മായാജാലക്കാർ ഒരിക്കലും വിജയിക്കുകയില്ല. قالوا أجئتنا لتلفتنا عما وجدنا عليه آباءنا وتكون لكما الكبرياء في الأرض وما نحن لكما بمؤمنين. അവർ പറഞ്ഞു, ഞങ്ങളുടെ പൂർവപിതാക്കൾ ഏതൊരു മാർഗം മുറുകെ പിടിക്കുന്നതായി ഞങ്ങൾ കണ്ടുവോ? അതിൽ നിന്ന് ഞങ്ങളെ തെറ്റിച്ചു കളയാനാണോ നീ ഞങ്ങളുടെ അടുത്ത് വന്നത്? ഭൂമിയിൽ നിങ്ങളിരുവരുടെയും മേധാവിത്വം സ്ഥാപിക്കാനും? എന്നാൽ ഞങ്ങൾ ഒരിക്കലും നിങ്ങളിരുവരിലും വിശ്വസിക്കുന്നവരാവുകയില്ല. وقال فرعون ائتوني بكل ساحر عليم. ഫിർഔൻ പറഞ്ഞു, വിദഗ്ധരായ എല്ലാ ജാലവിദ്യക്കാരെയും നിങ്ങൾ എന്റെ അടുത്തെത്തിക്കുക. فلما جاء السحرة قال لهم موسى ألقوا ما أنتم ملقون. അങ്ങനെ ജാലവിദ്യക്കാർ വന്നപ്പോൾ മൂസ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇടാനുള്ളത് ഇടുക. فلما ألقوا قال موسى ما جئتم به السحر إن الله سيبطله إن الله لا يصلح عمل المفسدين. അവർ ഇട്ടപ്പോൾ മൂസ പറഞ്ഞു, നിങ്ങൾ ഈ കാണിച്ചതൊക്കെ വെറും ജാലവിദ്യയാണ്. അല്ലാഹു അതിനെ തോൽപ്പിക്കും, തീർച്ച, സംശയമില്ല. നാശകാരികളുടെ ചെയ്തികളെ അല്ലാഹു ഫലവത്താക്കുകയില്ല. ويحق الله الحق بكلماته ولو كره المجرمون. അല്ലാഹു തന്റെ വചനങ്ങളിലൂടെ സത്യത്തെ സ്ഥാപിക്കുന്നു, കുറ്റവാളികൾക്ക് എത്ര തന്നെ അതനിഷ്ടകരമാണെങ്കിലും. فما آمن لموسى إلا ذرية من قومه على خوف من فرعون وملئهم أن يفتنهم وإن فرعون لعال في الأرض وإنه لمن المسرفين. മൂസായിൽ അദ്ദേഹത്തിന്റെ ജനതയിലെ ഏതാനും ചെറുപ്പക്കാരല്ലാതെ ആരും വിശ്വസിച്ചില്ല. ഫിർഔനും അവരുടെ പ്രമാണിമാരും തങ്ങളെ പീഡിപ്പിച്ചേക്കുമോ എന്ന പേടിയിലായിരുന്നു അവർ. ഫിർഔൻ ഭൂമിയിൽ ഔദ്ധത്യം നടിക്കുന്നവനായിരുന്നു, അതോടൊപ്പം പരിധി വിട്ടവനും. وقال موسى يا قوم إن كنتم آمنتم بالله فعليه توكلوا إن كنتم مسلمين.
മൂസ പറഞ്ഞു, എന്റെ ജനമേ, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ അവനിൽ ഭരമേൽപ്പിക്കുക. നിങ്ങൾ മുസ്ലിങ്ങളെങ്കിൽ فقالوا على الله توكلنا ربنا لا تجعلنا فتنة للقوم الظالمين. അപ്പോഴവർ പറഞ്ഞു, ഞങ്ങൾ അല്ലാഹുവിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാഥ, ഞങ്ങളെ നീ അക്രമികളായ ഈ ജനത്തിന്റെ പീഡനങ്ങൾക്കിരയാക്കരുതേ. وَنَجِّنَا بِرَحْمَتِكَ مِنَ الْقَوْمِ الْكَافِرِينَ. നിന്റെ കാരുണ്യത്താൽ ഞങ്ങളെ നീ സത്യനിഷേധികളായ ഈ ജനതയിൽ നിന്ന് രക്ഷിക്കണമേ. وَأَوْحَيْنَا إِلَى مُوسَى وَأَخِيهِ أَن تَبَوَّآ لِقَوْمِكُمَا بِمِصْرَ بُيُوتًا وَاجْعَلُوا بُيُوتَكُمْ قِبْلَةً وَأَقِيمُوا الصَّلَاةَ وَبَشِّرِ الْمُؤْمِنِينَ. മൂസാക്കും അദ്ദേഹത്തിന്റെ സഹോദരനും നാം ബോധനം നൽകി. നിങ്ങളിരുവരും നിങ്ങളുടെ ജനതയ്ക്കായി ഈജിപ്തിൽ ഏതാനും വീടുകൾ തയ്യാറാക്കുക. നിങ്ങളുടെ വീടുകളെ നിങ്ങൾ കിബിലകളാക്കുക. നമസ്കാരം നിഷ്ഠയോടെ നിർവഹിക്കുക. സത്യവിശ്വാസികളെ സന്തോഷവാർത്ത അറിയിക്കുകയും ചെയ്യുക. وقال موسى ربنا إنك آتيت فرعون وملأه زينة وأموالا في الحياة الدنيا ربنا ليضلوا عن سبيلك ربنا اطمس على أموالهم واشدد على قلوبهم فلا يؤمنوا حتى يروا العذاب الأليم. മൂസ പറഞ്ഞു, ഞങ്ങളുടെ നാഥ, ഫിർഔനും അവന്റെ പ്രമാണിമാർക്കും നീ ഐഹിക ജീവിതത്തിൽ പ്രൗഢിയും പണവും നൽകിയിരിക്കുന്നു. ഞങ്ങളുടെ നാഥ, ജനങ്ങളെ നിന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിക്കാനാണ് അവരതുപയോഗിക്കുന്നത്. ഞങ്ങളുടെ നാഥ, അവരുടെ സമ്പത്ത് നീ നശിപ്പിച്ചു കളയണമേ. വേദനയേറിയ ശിക്ഷ കാണും വരെ വിശ്വസിക്കാനാവാത്ത വിധം അവരുടെ മനസ്സുകളെ കടുത്തതാക്കേണമേ. قال قد أجيبت دعوتكما فاستقيما ولا تتبعان سبيل الذين لا يعلمون. അല്ലാഹു പറഞ്ഞു, നിങ്ങൾ ഇരുവരുടെയും പ്രാർത്ഥന സ്വീകരിച്ചിരിക്കുന്നു. അതിനാൽ സ്ഥൈര്യത്തോടെയിരിക്കുക. വിവരമില്ലാത്തവരുടെ പാത പിൻപറ്റരുത്. وجاوزنا ببني إسرائيل البحر فأتبعهم فرعون وجنوده بغيا وعدوا حتى إذا أدركه الغرق قال آمنت أنه لا إله إلا الذي آمنت به بنو إسرائيل وأنا من المسلمين. ഇസ്രയേൽ മക്കളെ നാം കടൽ കടത്തി. അപ്പോൾ ഫിർഔനും അവന്റെ സൈന്യവും ആക്രമിക്കാനും ദ്രോഹിക്കാനുമായി അവരെ പിന്തുടർന്നു. അങ്ങനെ മുങ്ങിച്ചാകുമെന്നായപ്പോൾ ഫിർഔൻ പറഞ്ഞു, ഇസ്രയേൽ മക്കൾ വിശ്വസിച്ചവനല്ലാതെ ദൈവമില്ലെന്ന് ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു. ഞാൻ മുസ്ലിങ്ങളിൽപ്പെട്ടവനാകുന്നു. الآن وقد عصيت قبل وكنت من المفسدين. അല്ലാഹു പറഞ്ഞു, ഇപ്പോഴോ? ഇതുവരെയും നീ ധിക്കരിച്ചു, നീ കുഴപ്പക്കാരിൽപ്പെട്ടവനായിരുന്നു. فاليوم ننجيك ببدنك لتكون لمن خلفك آية وإن كثيرا من الناس عن آياتنا لغافلون. നിന്റെ ശേഷക്കാർക്ക് ഒരു പാഠമായിരിക്കാൻ വേണ്ടി ഇന്ന് നിന്റെ ജഡത്തെ നാം രക്ഷപ്പെടുത്തും, സംശയമില്ല.
മനുഷ്യരിലേറെ പേരും നമ്മുടെ ദൃഷ്ടാന്തങ്ങളെപ്പറ്റി അശ്രദ്ധരാണ്. وَلَقَدْ بَوَّأْنَا بَنِي إِسْرَائِيلَ مُبَوَّأَ صِدْقٍ وَرَزَقْنَاهُم مِّنَ الطَّيِّبَاتِ فَمَا اخْتَلَفُوا حَتَّى جَاءَهُمُ الْعِلْمُ إِنَّ رَبَّكَ يَقْضِي بَيْنَهُمْ يَوْمَ الْقِيَامَةِ فِيمَا كَانُوا فِيهِ يَخْتَلِفُونَ. തീർച്ചയായും ഇസ്രായേൽ മക്കൾക്ക് നാം മെച്ചപ്പെട്ട താവളമൊരുക്കിക്കൊടുത്തു. വിശിഷ്ടമായ വിഭവങ്ങൾ ആഹാരമായി നൽകി. വേദവിജ്ഞാനം വന്നു കിട്ടും വരെ അവർ ഭിന്നിച്ചിരുന്നില്ല. ഉറപ്പായും ഉയിർത്തെഴുന്നേൽപ്പ് നാളിൽ അവർ ഭിന്നിച്ചുകൊണ്ടിരുന്ന കാര്യത്തിൽ നിന്റെ നാഥൻ അവർക്കിടയിൽ തീർപ്പ് കൽപ്പിക്കും. فَإِن كُنتَ فِي شَكٍّ مِّمَّا أَنزَلْنَا إِلَيْكَ فَاسْأَلِ الَّذِينَ يَقْرَؤُونَ الْكِتَابَ مِن قَبْلِكَ لَقَدْ جَاءَكَ الْحَقُّ مِن رَّبِّكَ فَلَا تَكُونَنَّ مِنَ الْمُمْتَرِينَ. നിനക്ക് നാം അവതരിപ്പിച്ചു തന്നതിനെ സംബന്ധിച്ച് നിനക്കെന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിനക്ക് മുമ്പേ വേദപാരായണം നടത്തിവരുന്നവരോട് ചോദിച്ചു നോക്കൂ. തീർച്ചയായും നിന്റെ നാഥനിൽ നിന്ന് സത്യമാണ് നിനക്ക് വന്നെത്തിയിരിക്കുന്നത്. അതിനാൽ നീ സംശയാലുക്കളിൽ പെട്ടുപോകരുത്. وَلَا تَكُونَنَّ مِنَ الَّذِينَ كَذَّبُوا بِآيَاتِ اللَّهِ فَتَكُونَ مِنَ الْخَاسِرِينَ. അല്ലാഹുവിന്റെ പ്രമാണങ്ങളെ കള്ളമാക്കി തള്ളിയവരിലും നീ അകപ്പെടരുത്. അങ്ങനെ സംഭവിച്ചാൽ നീ പരാജിതരുടെ കൂട്ടത്തിൽ പെട്ടുപോകും. إِنَّ الَّذِينَ حَقَّتْ عَلَيْهِمْ كَلِمَةُ رَبِّكَ لَا يُؤْمِنُونَ. ഏതൊരു ജനത്തിന്റെ മേൽ നിന്റെ നാഥന്റെ വചനം സത്യമായി പുലർന്നുവോ അവർ വിശ്വസിക്കുകയില്ല. وَلَوْ جَاءَتْهُمْ كُلُّ آيَةٍ حَتَّى يَرَوُا الْعَذَابَ الْأَلِيمَ. എല്ലാ തെളിവും അവർക്ക് വന്നു കിട്ടിയാലും വേദനയേറിയ ശിക്ഷ നേരിൽ കാണും വരെ അവർ വിശ്വസിക്കുകയില്ല. فَلَوْلَا كَانَتْ قَرْيَةٌ آمَنَتْ فَنَفَعَهَا إِيمَانُهَا إِلَّا قَوْمَ يُونُسَ لَمَّا آمَنُوا كشفنا عنهم عذاب الخزي في الحياة الدنيا ومتعناهم إلى حين. ഏതെങ്കിലും നാട് ശിക്ഷ കണ്ട് ഭയന്ന് സത്യവിശ്വാസം സ്വീകരിക്കുകയും അങ്ങനെ അതവർക്ക് ഉപകരിക്കുകയും ചെയ്ത അനുഭവമുണ്ടോ? യൂനുസിന്റെ ജനതയുടേതൊഴികെ അവർ വിശ്വസിച്ചപ്പോൾ ഐഹിക ജീവിതത്തിലെ നിന്ദ്യമായ ശിക്ഷ നാം അവരിൽ നിന്ന് എടുത്തുമാറ്റി. ഒരു നിശ്ചിത കാലം വരെ നാം അവർക്ക് സുഖജീവിതം നൽകുകയും ചെയ്തു. وَلَوْ شَاءَ رَبُّكَ لَآمَنَ مَن فِي الْأَرْضِ كُلُّهُمْ جَمِيعًا أَفَأَنْتَ تُكْرِهُ النَّاسَ حَتَّى يَكُونُوا مُؤْمِنِينَ. നിന്റെ നാഥൻ ഇച്ഛിച്ചിരുന്നെങ്കിൽ ഭൂമിയിലുള്ളവരൊക്കെയും സത്യവിശ്വാസം സ്വീകരിക്കുമായിരുന്നു. എന്നിരിക്കെ ജനങ്ങൾ വിശ്വാസികളാകാൻ നീ അവരെ നിർബന്ധിക്കുകയോ? وَمَا كَانَ لِنَفْسٍ أَن تُؤْمِنَ إِلَّا بِإِذْنِ اللَّهِ وَيَجْعَلُ الرِّجْسَ عَلَى الَّذِينَ لَا يَعْقِلُونَ. ദൈവഹിതമനുസരിച്ചല്ലാതെ ആർക്കും സത്യവിശ്വാസം സ്വീകരിക്കാനാവില്ല. ആലോചിച്ചു മനസ്സിലാക്കാത്തവർക്ക് അല്ലാഹു നിന്ദ്യത വരുത്തിവെക്കും. قُلِ انظُرُوا مَاذَا فِي السَّمَاوَاتِ وَالْأَرْضِ وَمَا تُغْنِي الْآيَاتُ وَالنُّذُرُ عَن
قوم لا يؤمنون. പറയുക, ആകാശഭൂമികളിലുള്ളതെന്തൊക്കെയാണെന്ന് നോക്കൂ. എന്നാൽ വിശ്വസിക്കാത്ത ജനത്തിന് തെളിവുകളും താക്കീതുകളും കൊണ്ടെന്ത് ഫലം? فهل ينتظرون إلا مثل أيام الذين خلوا من قبلهم قل فانتظروا إني معكم من المنتظرين. അതിനാൽ ഇവർക്കെന്താണ് പ്രതീക്ഷിക്കാനുള്ളത്? ഇവരുടെ മുമ്പേ കഴിഞ്ഞുപോയവർ അനുഭവിച്ച ദുരന്ത നാളുകൾ പോലുള്ളതല്ലാതെ. പറയൂ, നിങ്ങൾ കാത്തിരിക്കുക, നിങ്ങളോടൊപ്പം ഞാനും കാത്തിരിക്കുന്നുണ്ട്. ثم ننجي رسلنا والذين آمنوا كذلك حقا علينا ننجي المؤمنين. പിന്നീട് നാം നമ്മുടെ ദൂതന്മാരെയും വിശ്വാസികളെയും രക്ഷപ്പെടുത്തും. ഇவ்விധം വിശ്വാസികളെ രക്ഷപ്പെടുത്തുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. قل يا أيها الناس إن كنتم في شك من ديني فلا أعبد الذين تعبدون من دون الله ولكن أعبد الله الذي يتوفاكم وأمرت أن أكون من المؤمنين. പറയൂ, ജനങ്ങളെ, എന്റെ മാർഗത്തെ സംബന്ധിച്ച് ഇനിയും നിങ്ങൾ സംശയത്തിലാണെങ്കിൽ അറിയുക, അല്ലാഹുവിന് പുറമേ നിങ്ങൾ പൂജിക്കുന്നവയെ ഞാൻ പൂജിക്കുന്നില്ല. എന്നാൽ നിങ്ങളെ മരിപ്പിക്കുന്ന അല്ലാഹുവിനെ ഞാൻ ആരാധിക്കുന്നു. സത്യവിശ്വാസികളിൽ ഉൾപ്പെടാനാണ് എന്നോട് കൽപ്പിച്ചിരിക്കുന്നത്. وأن أقم وجهك للدين حنيفا ولا تكونن من المشركين. നിന്റെ മുഖം ചാഞ്ഞു പോകാതെ ഈ മാർഗത്തിന് നേരെ ഉറപ്പിച്ചു നിർത്തണമെന്നും നീ ഒരിക്കലും ബഹുദൈവ വിശ്വാസികളിൽ പെട്ടുപോകരുതെന്നും എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. ولا تدع من دون الله ما لا ينفعك ولا يضرك فإن فعلت فإنك إذا من الظالمين. അല്ലാഹുവിനു പുറമേ നിനക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാനാവാത്ത ഒന്നിനോടും നീ പ്രാർത്ഥിക്കരുത്. അങ്ങനെ ചെയ്താൽ നീ അതിക്രമികളിൽപ്പെടും തീർച്ച. وَإِن يَمْسَسْكَ اللَّهُ بِضُرٍّ فَلَا كَاشِفَ لَهُ إِلَّا هُوَ وَإِن يُرِدْكَ بِخَيْرٍ فَلَا رَادَّ لِفَضْلِهِ يُصِيبُ بِهِ مَن يَشَاءُ مِنْ عِبَادِهِ وَهُوَ الْغَفُورُ الرَّحِيمُ. അല്ലാഹു നിനക്ക് വല്ല വിപത്തും വരുത്തുന്നുവെങ്കിൽ അത് തട്ടിമാറ്റാൻ അവനല്ലാതാരുമില്ല. അവൻ നിനക്ക് വല്ല ഗുണവും ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവന്റെ അനുഗ്രഹം തട്ടിമാറ്റാനും ആർക്കുമാവില്ല. തന്റെ ദാസന്മാരിൽ താൻ ഇച്ഛിക്കുന്നവർക്ക് അവൻ അത് നൽകുന്നു. അവനേറെ പൊറുക്കുന്നവനും ദയാപരനുമാണ്. قُلْ يَا أَيُّهَا النَّاسُ قَدْ جَاءَكُمُ الْحَقُّ مِنْ رَبِّكُمْ فَمَنِ اهْتَدَى فَإِنَّمَا يَهْتَدِي لِنَفْسِهِ وَمَنْ ضَلَّ فَإِنَّمَا يَضِلُّ عَلَيْهَا وَمَا أَنَا عَلَيْكُمْ بِوَكِيلٍ. പറയുക, മനുഷ്യരെ, നിങ്ങൾക്ക് നിങ്ങളുടെ നാഥനിൽ നിന്നുള്ള സത്യം ഇതാ വന്നെത്തിയിരിക്കുന്നു. അതിനാൽ ആർ സന്മാർഗം സ്വീകരിക്കുന്നുവോ അതിന്റെ നേട്ടം അവന് തന്നെയാണ്. ആരെങ്കിലും ദുർമാർഗത്തിലാവുകയാണെങ്കിൽ ആ വഴികേടിന്റെ ദുരന്തവും അവന് തന്നെ.
ഇക്കാര്യത്തിൽ എനിക്ക് നിങ്ങളുടെ മേൽ ഒരുവിധ ഉത്തരവാദിത്വവുമില്ല. واتبع ما يوحى إليك واصبر حتى يحكم الله وهو خير الحاكمين. നിനക്ക് ബോധനമായി ലഭിച്ച ദിവ്യ സന്ദേശം പിൻപറ്റുക. അല്ലാഹു തീർപ്പ് കൽപ്പിക്കും വരെ ക്ഷമ പാലിക്കുക. തീർപ്പ് കൽപ്പിക്കുന്നവരിൽ അത്യുത്തമൻ അവനാണല്ലോ.